യഥാർത്ഥത്തിൽ സിനിമയിൽ മഹാനടന്മാർ എന്ന് പലരെക്കുറിച്ചും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ മഹാനടന്മാർ തന്നെയാണോ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ സത്യൻ, ശിവാജി ഗണേശൻ, കമൽഹാസൻ, നെടുമുടി വേണു, നമ്മുടെ തിലകൻ സാറ്, പിന്നെ അവിടെ നിങ്ങളുടെ മധു സാറ്, ഇങ്ങനെ വന്ന മമ്മൂട്ടി, മോഹൻലാലൊക്കെ അടങ്ങുന്ന നടന്മാർ നമ്മൾ മഹാനടന്മാർ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സിനിമയുടെ ഒരു തലത്തിൽ അവർ മഹാനടന്മാർ തന്നെയാണ്. പക്ഷേ പൂർണ്ണമായ അഭിനയ തികവ് ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് പൂവായും പുഴുവായും പൂമ്പാറ്റയായും കിളിയായും മാനായും മയിലായും ഒക്കെ അങ്ങനെ മലകളായും ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ കഴിയണം. ആ സാധ്യത സിനിമയ്ക്ക് ഉള്ളിൽ ഇല്ല. സിനിമയിലുള്ള കഥാപാത്രങ്ങൾ അമ്മാവൻ, ചേട്ടൻ, കാമുകൻ, വില്ലൻ, ഇതിനൊക്കെ നായകൻ, ഇവരൊക്കെ നന്നായിട്ട് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും. അത് അവർ നന്നായി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് സിനിമയിൽ നമ്മൾ അവരെ മഹാനടന്മാർ എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മഹാനടന്മാരുടെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് കഴിയുന്നത് കൂത്ത്, കൂടിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, നാടകത്തിലും ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ള നാടകങ്ങൾക്കും അത് സാധ്യമാണ്. ആ സാധ്യത സിനിമയ്ക്കില്ല. സിനിമയുടെ ഉള്ളിൽ ഉള്ള അഭിനയത്തിൻ്റെ തലത്തിൽ ഇവരെല്ലാം മഹാനടന്മാരാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. സമ്പൂർണ്ണമായ അഭിനയം നടനെ ആവശ്യപ്പെടുന്നത് സിനിമയ്ക്ക് പുറത്തുള്ള അഭിനയത്തിലാണ്. ഇത് ഞാനൊരു സിനിമാ പ്രവർത്തകനായി ഇരുന്നിട്ട് പോലും ഈ തത്വം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നമസ്കാരം.